പാലക്കാട് അല്ലെങ്കിൽ കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ മേഖലകൾ ഈ സംഘർഷങ്ങളുടെ ഒരു മേഖലകളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ സംഘർഷങ്ങളൊക്കെ നേരിടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പാലക്കാട് ടൗണിലായതുകൊണ്ട് ഒരു സംഘത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് പാലക്കാട് നഗരം. അപ്പോൾ അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും പാലക്കാട് നഗരത്തിലില്ല. അതേസമയത്ത് പാലക്കാടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, കഞ്ചിക്കോട്, മലമ്പുഴ, ഇവിടെയെല്ലാം രൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ ആ കാലത്ത് നടന്നിരുന്നു. നിരവധി പ്രവർത്തകർക്ക് ബലിദാനികൾ ആവേണ്ടി വന്നിട്ടുണ്ട്. മലമ്പുഴ മണ്ഡലത്തിൽ ഏകദേശം 11ഓളം ബലിദാനികളുണ്ട്. ആ സമയത്ത് അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ചുമതലയൊക്കെ വഹിക്കുന്ന സമയത്ത് അത്തരം കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്തെല്ലാമാണ് പുതുശ്ശേരി മേഖലയിൽ നമ്മുടെ വിമലാദേവിയും രാധാകൃഷ്ണനും വധിക്കപ്പെടുന്നത്, ആറുച്ചാമി, കൊട്ടേക്കാട് ആറുച്ചാമി വധിക്കപ്പെടുന്നത്, മലമ്പുഴയിലും രൂക്ഷമായിട്ടുള്ള സംഘർഷമെല്ലാം ഉണ്ടാകുന്നത്. ആ സമയത്ത് പ്രവർത്തകരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൗൺസിലർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇലക്ഷൻ നിൽക്കാറ് പതിവ്. അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, മറ്റു ഓഫീസുകൾ, വലിയ നേതാക്കന്മാരുടെ വീടുകൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ വാർഡിലാണെന്ന് തോന്നുന്നു താങ്കൾ ആദ്യം മത്സരിച്ചത്. അവിടെ വിജയിക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ? ഞാൻ സംഘത്തിൻ്റെ ശാഖാകാര്യവായിരിക്കുന്ന സമയത്താണ് 2000 ആദ്യം ശാഖാകാര്യവായിരുന്നു. അതേസമയത്ത് തന്നെ യുവമോർച്ചയുടെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. ആ സമയത്താണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2000 എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ വാർഡിൽ ഞാൻ മത്സരിച്ചാൽ ജയിക്കുന്നുള്ള വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എന്നെ മത്സരിക്കാൻ പറയുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചോളം അവരുടെ ശിവദാസ മേനോൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ താമസിക്കുന്ന വാർഡ്, പാർട്ടിയുടെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മന്ത്രിയാണ്, ശിവദാസ മേനോൻ അന്ന് മന്ത്രിയാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം. അവരെ സംബന്ധിച്ചോളം ഞാനൊരു ചെറിയ പയ്യൻ, 28 വയസ്സാണ് എനിക്ക്. അന്ന് ഞാനാണ് ഏറ്റവും മുതിർന്ന ആൾ. BJP-യുടെ നേതൃനിരയിൽ അന്ന് ആ സ്ഥലത്ത് ഞാനാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം വളരെ തലമുതിർന്ന നേതാക്കൾ, എൻ്റെ അമ്മാവനടക്കമുള്ള ആളുകൾ അപ്പുറത്ത്. അപ്പോൾ അവർ ഈസി വാക്ക് ഓവറായിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ഒരു അട്ടിമറി വിജയം തന്നെ നമുക്കന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു അത്? ജനങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഒന്ന്, ഞാൻ സംഘപ്രവർത്തനത്തിൽ സംഘത്തിൻ്റെ ശാഖാകാര്യം എന്നുള്ള നിലയിൽ അവിടെ എല്ലാ വീടുകളിലും ഞാൻ സമ്പർക്കം ഉണ്ടായിരുന്നു. കാരണം കുട്ടികളെ ശാഖയിലേക്ക് വിളിക്കാൻ, അവരെ സായം ശാഖയിലും രാത്രി ശാഖയിലും പ്രഭാത ശാഖയിലൊക്കെ ഇവരെ വിളിക്കാനും അവരുടെ വീടുകളിൽ സമ്പർക്കം നടത്താനൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ആ പ്രദേശങ്ങളിൽ പോയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു പ്ലസ് പോയിൻ്റ് എനിക്കുണ്ടായിരുന്നു. അതിനെല്ലാം പുറമേ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിരുന്നു. അവിടെ വഴിയോര കച്ചവടക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. 70-80ഓളം കുടുംബങ്ങൾ വൈകുന്നേരങ്ങളിൽ പാലക്കാടത്തെ വഴിയോര കച്ചവടക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ സ്ഥിരമായിട്ട് അവരുടെ പോലീസിൻ്റെ ശല്യം അവർക്കുണ്ടായിരുന്നു, അവരുടെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ. അതിലെല്ലാം സ്ഥിരമായിട്ട് ഇടപെടാനും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്തരം നടപടികൾ നിർത്തിവെക്കാൻ എനിക്ക് കഴിഞ്ഞു. അത് ആ പ്രദേശത്തെ ആളുകളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു, BJP-ക്ക് അനുകൂലമായിട്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഘടകമായിട്ട് മാറി.